vivo T4 Xന്റെ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നമുക്ക് കിട്ടിയില്ല, അത് ചെയ്യാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അതിന്റെ വിഷമം തീർക്കാൻ എന്താ vivo T4 കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഇന്ത്യ സ്ലിമ്മസ്റ്റ് ഫോൺ വിത്ത് 7300 mAh ബാറ്ററി എന്നാണ് പറയുന്നത്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററി എന്നൊക്കെ പറയാം. അങ്ങനത്തെ വമ്പൻ ബാറ്ററി സെറ്റപ്പുമായിട്ട് നല്ല പെർഫോമൻസുമായിട്ട് നല്ല ക്യാമറ, നല്ല ഡിസ്പ്ലേ എല്ലാം സെറ്റായിട്ടാണ് T4ൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ഒക്കെയാണ്, നമ്മൾ കോളേജിലൊക്കെ കൊണ്ടു നടന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, 1-2 ദിവസം കൈപിടിച്ച് ഉപയോഗിക്കണം, നമുക്ക് നല്ല ബാറ്ററി ലൈഫൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ പരിഗണിക്കാം. വിശദമായിട്ട് കാണിച്ചു തരാം. ആദ്യം ഒരു അൺബോക്സിങ്, ബാക്കിയെല്ലാം പിന്നാലെ. സോ അപ്പോൾ ഇതായി കാണുന്നതാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഗ്ലോസി ഡിസൈനിലുള്ള ഫോണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫോണിലേക്ക് ഡിസൈനിലേക്കൊക്കെ വരാതിന് മുമ്പ് ബോക്സിൽ വേറെ കേസ് ഡോക്യുമെൻറ്റേഷൻ, നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്, പതിവായിട്ടുള്ളത് തന്നെയാണ് ഇവർ തരാറുള്ളത്. ചാർജർ 90 വാട്ടിൻ്റെ ചാർജറാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. Type C to Type A കേബിളാണ്. പിന്നെ സിം ടൂളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോൺ കയ്യിലോട്ട് എടുക്കാം. vivo T4 എന്ന ഫോണാണ്. ടി സീരീസ് ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഫോണുകൾ തരുന്ന ഒരു സീരീസാണ്. സോ വിവോയുടെ ഫോണുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ടി സീരീസ് ഓൾ റൗണ്ടർ ഫോണാണ് തീർച്ചയായിട്ടും എടുക്കുക. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൽ 7300 mAh ബാറ്ററി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ സ്ലിമ്മസ്റ്റ് ഫോൺ വിത്ത് 7300 mAh ബാറ്ററി എന്നാണ് പറയുന്നത്. 0.789 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. അത്രയും സ്ലിം ആയ ഫോണാണ്. വെയിറ്റ് 199 ഗ്രാമാണ്. കാണാനും നല്ല ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു ബാറ്ററി ഉണ്ട്. 90 വാട്ടിൻ്റെ ചാർജർ തന്നെ കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ. പിന്നെ ഗെയിമിങ്ങിൻ്റെ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജർ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ചാർജിങ് അങ്ങനെ ഒരു സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് BGMI ഒക്കെ നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ, BGMI അല്ല ഗെയിം കളിക്കുമ്പോൾ നമുക്ക് സൈഡിൽ ഗെയിം മോഡിൻ്റെ ഓപ്ഷൻ വരും. അതായത് അതിനകത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡ്രൈവ് പവർ സപ്ലൈ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് ചാർജിങ് വർക്ക് ചെയ്യും. സോ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സെറ്റായിട്ട് ഗെയിം കളിക്കാനും സാധിക്കും. സോ നല്ല ബാറ്ററി സെറ്റപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. സോ അപ്പോൾ സ്ലീക്ക് ഡിസൈനിൽ നല്ല ഹെവി ബാറ്ററി സെറ്റപ്പുള്ള ഒരു ഫോൺ വേണമെന്ന് നോക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇനി ഫോണിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. അത്യാവശ്യം നല്ല പ്രോസറാണ്. LPDDR5X റാം വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. 8,22,000 റേഞ്ചിലുള്ള ആൻറ്റിവൈറസ് കുറയ്ക്കാൻ അവർ അവകാശപ്പെടുന്നത്. എന്തായാലും പെർഫോമൻസിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. നൈസായിട്ട് നമുക്ക് നോർമൽ യൂസ് ആയാലും ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും BGMI ഒക്കെ ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നത് 60 FPS ആണ്. പക്ഷേ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, സ്മൂത്ത് ആയിട്ട് കളിക്കാം. സോ അതിൽ നിങ്ങൾക്ക് ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എനേബിൾ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പെർഫോമൻസ് മോഡ് അല്ലെങ്കിൽ ബാലൻസ്, പവർ സേവിങ് അങ്ങനെയുള്ള പല തരത്തിലുള്ള മോഡുകൾ സെലക്ട് ചെയ്യാം. തൊട്ട് താഴെ ഓപ്ഷനുകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള ഓപ്ഷനുകൾ. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഡ്രൈവ് പവർ സപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലാണ് നമ്മൾ ഈ പറഞ്ഞ ബൈപ്പാസ് ചാർജിങ് വർക്ക് ചെയ്യുന്നത്. പിന്നെ AI ഗെയിം വോയിസ് ചേഞ്ചർ, ഈ വോയിസ് ചേഞ്ചർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഐ പ്രൊട്ടക്ഷൻ, അതിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഗെയിം കളിക്കുമ്പോൾ ലോങ് ടൈമിൽ കളിക്കുകയാണെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ ഒന്നും വരാതിരിക്കാൻ ഐ പ്രൊട്ടക്ഷനും ഓൺ ചെയ്യാം. മെയിൻ സ്ട്രീം ഗെയിം ഐ പ്രൊട്ടക്ഷൻ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ആ വക സംവിധാനങ്ങളൊക്കെ ഗെയിമിങ്ങിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈയൊക്കെ തിരി വെറ്റായാലും കൃത്യമായിട്ട് ഇതിൻ്റെ ടച്ച് വർക്ക് ചെയ്തോളും. അതായത് ഗെയിം കളിക്കുമ്പോൾ കൈയൊക്കെ വേർക്കുമല്ലോ, അല്ലെങ്കിൽ തന്നെ നനഞ്ഞ കൈ കൊണ്ടാണ് ടച്ച് ചെയ്താൽ വർക്ക് ചെയ്യും. കാരണം വെറ്റ് ഹാൻഡ് ടച്ച് കൺട്രോൾ എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടി നല്ല സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ധൈര്യമായിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ ഉപയോഗിക്കാം. മൊത്തത്തിൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പെർഫോമൻസ് ഓക്കെ, നമ്മൾ നേരെ ബാറ്ററിയും പെർഫോമൻസിലൊക്കെ വന്ന് ഡിസൈൻ പറഞ്ഞില്ല. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ പറഞ്ഞു, സ്ലിമ്മാണ്. 789 mm 0.789 mm സ്ലിമ്മാണ്. വെയിറ്റ് 199 ഗ്രാമാണ് വരുന്നത്. താഴെ സിം ട്രേ, മെയിൻ മൈക്രോഫോൺ, Type C പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ പെർഫോമൻസ് വളരെ ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിലൊന്നും പ്രശ്നങ്ങളില്ല, സെറ്റപ്പാണ്. പിന്നെ ഇതിൽ വരുന്നത് സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ്. സൗണ്ട് ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൂറിസ്റ്റ് സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. ഉള്ളത് നല്ല ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണോ. ഡിസ്പ്ലേ കുറിച്ച് ഞാൻ പറയാം. എന്തായാലും ഡിസൈൻ്റെ ഭാഗത്ത് മനസ്സിലാക്കിയിരുന്നുള്ളൂ. ക്വാഡ് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. അതിലേക്ക് നമുക്ക് വരാം. 2 കളറിലാണ് വരുന്നത്. എമറാൾഡ് ബ്ലേസ്, ഫാൻറ്റം ഗ്രേ. 2 കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും IP65 വാട്ടർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ 810H സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഡ്യൂറബിളായ നല്ല സ്ട്രോങ് ആയ ഒരു ഡിസൈനാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ട്. 4K വീഡിയോ ഫ്രണ്ടിലും ബാക്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പിൾ കണ്ടുവെക്കുള്ളൂ, ഫോട്ടോ സാമ്പിൾസ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് എങ്ങനെ വന്നാലും അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു. ഞാൻ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. സെൽഫി ക്യാമറ ഇമേജുകളും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ട് നോക്കിയിട്ട് ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യുക. വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് കൂടി ഒന്ന് നോക്കിയോളൂ. 50 മെഗാപിക്സലിൻ്റെ സോണി AI ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഡീസൻ്റാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ
ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ക്വാളിറ്റിയാണ്. സെഗ്മെന്റ് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. HBM 1300 ആണ്, ഹൈ ബ്രൈറ്റ്നസ് മോഡ് 1300 നിറ്റ്സ് ഉണ്ട്. സോ ഡീസന്റ് ആണ്, സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. 5000 നിറ്റ്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. സോ ഏറ്റവും നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. ഡിസ്പ്ലേ സൈസ് നോക്കിയാൽ 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇനി ഇതിന്റെ UI നോക്കിയാൽ FunTouchOS 15 ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ FunTouchOS ആണ്. ഇപ്പോൾ എല്ലാ ഫോണുകളിലും AI ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ ഇതിൽ മാത്രമായിട്ട് കുറയ്ക്കുന്നൊന്നുമില്ല, അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സർക്കിൾ ടു സെർച്ച്, താഴെ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സർക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സർക്കിൾ ടു സെർച്ചിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. പിന്നെ AI നോട്ട് അസിസ്റ്റ്, അതായത് നോട്ടിലേക്ക് നമുക്ക് ഒരുപാട് AI ഫീച്ചറുകൾ വരുന്ന സമ്മറൈസ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്സ്റ്റ് ജനറേഷനും റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫീച്ചറുകൾ നോട്ടിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്, നോട്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഫോട്ടോസിൻ്റെ ഭാഗത്താണെങ്കിൽ AI ഇറേസർ, അൺവാണ്ടഡ് ഒബ്ജക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ അതിനെ റിമൂവ് ചെയ്ത് കളയുന്ന സംവിധാനമുണ്ട്. പിന്നെ AI ഫോട്ടോ എൻഹാൻസർ, ഒരു ഫോട്ടോ ഇട്ട് കൊടുത്ത് നമുക്കതിനെ ജസ്റ്റ് ഫോട്ടോ എൻഹാൻസ് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ക്വാളിറ്റിയും കാര്യങ്ങളും ബ്രൈറ്റ്നസും ഒക്കെ ഒന്ന് കൂടി ഒന്ന് ഭംഗിയാവുന്ന ഒരു സംവിധാനവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഞാൻ വീണ്ടും ഒരുപാട് AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നില്ല, ഇപ്പോൾ എല്ലാ ഫോണിലും എല്ലാം വരുന്നുണ്ട്. സോ മൊത്തത്തിൽ അങ്ങനെയുള്ള ഫീച്ചറുകളും വരുന്നുണ്ട് ഇതിനകത്ത്. സോ മൊത്തത്തിൽ നമ്മൾ ഈ ഫോണിൻ്റെ എല്ലാ ഘടകങ്ങളും ഇപ്പോൾ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒക്കെയാണ്, നിങ്ങൾക്ക് ഒരു 25,000 താഴെ ഒരു ഫോൺ വേണം, അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയുള്ള ബാറ്ററി സെറ്റപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് പ്രോസസ്സറുണ്ട്. ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, അതും ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയ സെഗ്മെൻറ്റിലെ ബ്രൈറ്റസ്റ്റ് ആയ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. സോ ഇതൊക്കെ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് നമ്മൾ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നാം. അത് IQ C10 ആണ്, എനിക്കും അറിയാം. നിങ്ങൾക്ക് വിവോയുടെ ഫോൺ വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ T4 എന്ന ഫോണിനെ തീർച്ചയായിട്ടും പരിഗണിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം എങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. സംഗതി എന്തായാലും ഒരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിലേക്ക് കാണാം, ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഈ പ്രൈസിന് സംഗതി ഓക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി. 25,000 താഴെ വരുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഫോൺ ഈ പ്രൈസിനെന്നുള്ളത് നിങ്ങൾ നോക്കുക. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ലിങ്കും കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കൂപ്പൺ കോഡും വരുന്നുണ്ട്, സോ അതൊക്കെ യൂസ് ചെയ്യാം. കൂപ്പൺ കോഡിലേക്കുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും താഴെയുണ്ട്, ഓഫറും പ്രൈസും ഒക്കെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചില കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. പ്രൈസ്, ഓഫേഴ്സ്, എല്ലാ സംഭവങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. 29-ാം തീയതിയാണ് സെയിൽ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഡേറ്റും മാർക്ക് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.